ഹലോ എവരി വൺ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺ വ്യൂസ് ഉള്ള ഒരു സ്പൈഡറുടെ വീഡിയോ ആണ്. ഇതുപോലെ സിമ്പിൾ കട്ടിങ്, അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ സ്പൈഡറുടെ കിട്ടുന്ന വീഡിയോ, പക്ഷെ ടോട്ടലി ഫേക്ക്, എഡിറ്റിംഗ് ചെയ്ത വീഡിയോ. ഞാനും ഇതുപോലെ പേപ്പർ കട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി തുറന്നു നോക്കിയപ്പോൾ സ്പൈഡറും കിട്ടിയില്ല, അതിൻ്റെ വല പോലും കിട്ടിയില്ല. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ വീഡിയോ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാനും ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ചെയ്യാം. ഫേക്കായിട്ടുള്ള ആ കട്ടിങ് തുറന്നപ്പോൾ കിട്ടിയത് എന്താ കണ്ടോ, ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ചമ്മി എല്ലാവർക്കും ഇതുപോലത്തെ ഷേപ്പാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒരു പേപ്പർ എടുത്ത് അതിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്ത്, അതായത് ഒരു സ്ക്വയർ പേപ്പർ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ കിട്ടും. അതിന് വീണ്ടും ഹാഫ് ആക്കിയിട്ട് മടക്കി. ഇനി ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗമില്ലേ, അതിൻ്റെ നടുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ മടക്കിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ടാവും അവിടെ ഫോൾഡ്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ആർക്ക് ഷേപ്പ് കൊടുക്കുക ഈ ട്രയാങ്കിളുടെ ഒരു കോർണറിലേക്ക്. അതേപോലെ മറ്റേ സൈഡിലും ഇതുപോലെ ഒരു ചെറിയൊരു ആർക്ക് ഷേപ്പ് കൊടുക്കുക കോർണറിന് ആ സെൻറ്ററിലേക്ക്. എന്നിട്ട് നമ്മൾക്കതിനെ കട്ട് ചെയ്യാം. സൈഡിൽ ഇതുപോലെ ഒരു ആർക്ക് കട്ട് ചെയ്യുന്നത് അതിൻ്റെ സ്പൈഡർ വെബിൻ്റെ ഒരു എഡ്ജ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു ഫോൾഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫോൾഡ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇനി ഫുൾ ഡോട്ടിൻ്റെ കളിയാണ്. സെൻറ്ററിൽ ഈ ഒരു ഫോൾഡ് ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഒരു ഡോട്ട് ഇടുക. അതിൻ്റെ മുകളിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 ഡോട്ട് ഇടുക. താഴിലും അതുപോലെ ഇടുക. എല്ലാ കോർണറിലും ഇതുപോലെ 2 ഡോട്ട് ഇടുക. താഴിലും മുകളിലും ഓരോ സിംഗിൾ ഡോട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതാ ഈ ഡോട്ട്സിനെ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ആർക്ക് സൈഡിലെ ഒരു ഡോട്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള ഡോട്ടും കൂടി ഒരു ആർക്ക് ഷേപ്പിൽ കണക്ട് ചെയ്ത് കൊടുത്തു. ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. ഇനി താഴത്തെ ഒരു ഡോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇതിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക പോയിൻറ്റ്സിന്. ലെഗ്സിൻ്റെ ഷേപ്പാണ്, അപ്പോൾ ചെറിയ ബെൻഡൊക്കെ കൊടുത്തിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചാലാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അതുപോലെ മുകളിലത്തെ ലെഗ്സും ഒക്കെ ഈ സ്പൈഡറിന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഹെഡ് ഷേപ്പും അവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനൊന്ന് ഡാർക്ക് സ്കെച്ച് പെന്നിലാക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ഷേപ്പ് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കുക. ഈ സ്ഥലമൊക്കെ വേണ്ടാത്ത ഏരിയയാണ് നമുക്ക് പേപ്പറിൽ വേണ്ട, അത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ നമുക്ക് നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് എളുപ്പത്തിലാവും. പക്ഷേ കൊച്ചുകുട്ടികളാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്തോട്ടെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, സെൻറ്ററിൽ ഒരു പോക്ക് ചെയ്തിട്ട് ഒരു ഹോളാക്കി അതിനുശേഷം ഇതുപോലെ ആ ലൈനിൻ്റെ ബോർഡറിലേക്കൂടെ ഞാൻ സിസറിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള എല്ലാ കട്ടിങ്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്താലാണ് നമ്മൾക്ക് റിയൽ ആയിട്ടുള്ളൊരു സ്പൈഡറുടെ വീഡിയോ കിട്ടുക. അപ്പോൾ ഇതാണ് റിയൽ വീഡിയോ. ഫേക്ക് വീഡിയോസ് കാണാത്ത റിയൽ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു കട്ടിങ്ങിലേക്കൂടിയാണ് റിയൽ കട്ടിങ് ഇതാണ്. ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു കട്ടിങ് നോക്കിയിട്ട് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.